സമയം 10 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. വയനാട് ചുണ്ടേലിയിലെ ഓട്ടോ ഡ്രൈവറുടേത് അപകട മരണമല്ല, കൊലപാതകമാണെന്ന് പോലീസ്. പുത്തൂർ വയൽ സ്വദേശികളായ സഹോദരങ്ങൾ നവാസിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് തെളിഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജീപ്പ് ഓട്ടോയിലിടിച്ച് നവാസ് മരിച്ചത്. അപകട മരണമാണെന്നായിരുന്നു നിഗമനം. എന്നാൽ ബോധപൂർവം ജീപ്പ് ഇടിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സുമിൽ ഷാദ്, അജിൻ ഷാദ് എന്നിവരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരുവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തും. തിങ്കളാഴ്ചയുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് വിഷ്വൽസ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അതിനുശേഷം ദീപക്കിലേക്ക് പോകാം. ഇടിച്ച ജീപ്പ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇടിച്ച ജീപ്പാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. നമുക്കൊപ്പം ദീപക് മോഹനുണ്ട്. ദീപക്, ഇതൊരു അപകടമല്ലെന്നും ഇതൊരു കൊലപാതകമാണെന്നും പോലീസ് എങ്ങനെയാണ് തീരുമാനത്തിലെത്തിയത്? എങ്ങനെയാണ് കണ്ടെത്തിയത്? അരുൺകുമാർ, ഈ ജീപ്പും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചത് തിങ്കളാഴ്ചയാണ്. അന്ന്, അതായത് ഈ ചുണ്ടേൽ ഫാക്ടറി റോഡിന് സമീപമാണ് ഈ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് കാപ്പുംകുന്ന് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ നവാസ് മരിച്ചത്. ആ അപകടത്തിന് തൊട്ടുടൻ തന്നെ പിന്നീട് ബന്ധുക്കളും നാട്ടുകാരും അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, ഈ അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത് നേർരേഖയിലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളവുകളില്ല, എതിർ ദിശയിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള റോഡാണ്. ആ റോഡിലാണ് ഇത്തരത്തിൽ വാഹനം ഇടിച്ചതാണ് ആദ്യം സംശയം ഉയർത്തിയത്. മാത്രമല്ല, ഈ എതിർദിശയിൽ വന്ന ജീപ്പ് അമിത വേഗതയിലെത്തി ഓട്ടോയ്ക്ക് തൊട്ടടുത്ത് എത്തിയ സമയത്ത് എതിർദിശയിലേക്ക് വെട്ടിച്ച് കയറ്റി ഓട്ടോയിലേക്ക് ഇടിച്ച് കയറ്റുകയായിരുന്നു. ദൃക്സാക്ഷികൾ കണ്ടവരുണ്ട്. അവർ ഈ കാര്യം പോലീസിനെ അറിയിച്ചിരുന്നു. വാഹനം, അതായത് ജീപ്പ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചതിനെ തൊട്ട് പിന്നാലെ തന്നെ ഈ സുമിൽ ഷാദ് ജീപ്പിൽ നിന്ന് ഇറങ്ങി മറ്റാരോ ഫോൺ വിളിക്കുന്നതാണ് ദൃക്സാക്ഷികൾ കണ്ടത്. അതേസമയം ഈ ഓട്ടോയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്ന നവാസിനെ ഓട്ടോ പൊളിച്ചാണ് പിന്നീട് നാട്ടുകാർ പുറത്തെത്തിച്ചതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. ഈ നവാസിൻ്റെ, അതായത് മരിച്ച നവാസിന് ഒരു സ്റ്റേഷനറി കടയുണ്ട് ചുണ്ടയിലാണ്. ഈ ചുണ്ടയിലുള്ള സ്റ്റേഷനറി കടയുടെ എതിർ ദിശയിൽ മറ്റൊരു ഹോട്ടൽ നടത്തുന്നത് ഈ സുമിൽ ഷാദും അതുപോലെ തന്നെ ഈ പ്രതികളായ അവരുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലാണ്. ഇവർ തമ്മിൽ മുൻപ് തന്നെ വൈരാഗ്യമുണ്ടായിരുന്നു, വ്യക്തിവിരോധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പോലീസിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇന്നലെ ഈ സുമിൽ ഷാദിൻ്റെ ഹോട്ടൽ നാട്ടുകാരും അതുപോലെ തന്നെ പ്രദേശവാസികളെല്ലാം ചേർന്ന് അടിച്ച് തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. ഇതെല്ലാമാണ് പോലീസിനെ സംശയത്തിലേക്ക് നയിച്ചത്. പ്രധാനമായും ഈ വാഹനത്തിൻ്റെ വേഗത, അതായത് ഈ സ്ഥിരമായി നവാസ് ദിവസവും പള്ളിയിൽ നിസ്കരിക്കാനായി പോകുന്ന സമയം കണക്കാക്കി അവിടെ വാഹനം നിർത്തി വാഹനം എതിർദിശയിൽ വരുന്ന സമയത്ത് അമിത വേഗതയിലെത്തി വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. എതിർദിശയിലെത്തി തൊട്ടടുത്ത് എത്തിയ സമയത്താണ് വാഹനം വെട്ടിച്ച് ഈ ഓട്ടോയിലേക്ക് ഇടിച്ച് കയറ്റിയത്. ഓട്ടോ മൺതിട്ടയിലേക്ക് മറിഞ്ഞു. ജീപ്പിൻ്റെ ഒരു മുൻഭാഗത്തെ ചക്രം ഊരിപ്പോവുകയും ചെയ്തു. ഇതെല്ലാം പോലീസിനെ വലിയ തോതിൽ സംശയം ഉളവാക്കി. മാത്രമല്ല, ബന്ധുക്കളും ഇന്നലെ ഈ മരണം, അതായത് നവാസിൻ്റെ മരണം കൊലപാതകമാണ്, ആസൂത്രിതമാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പങ്കുവച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തിയത്. ഇന്നലെ ഈ രണ്ട് സഹോദരങ്ങളും, അതായത് സുമിൽ ഷാദ്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ തുടങ്ങിയ രണ്ട് ആളുകളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇന്നലെ പോലീസിന് മുൻപാകെ ഇവർ സത്യം തുറന്നു പറഞ്ഞത്. നവാസിനെ കരുതിക്കൂട്ടി ആസൂത്രിതമായി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഈ പ്രതികളായി ഇപ്പോൾ പോലീസ് പിടിയിലുള്ള രണ്ടാളുകൾക്കും ഒരു ഹോട്ടലുണ്ട് ചുണ്ടേൽ ടൗണിൽ തന്നെ. ആ ഹോട്ടലിൻ്റെ എതിർഭാഗത്ത് സ്റ്റേഷനറി കട നടത്തിയിരുന്നു നവാസിനും ആ ഭാഗത്ത് തന്നെ എതിർ ദിശയിൽ ഒരു സ്റ്റേഷനറി കട നടത്തിയിരുന്നു. ഇവർ തമ്മിൽ വ്യക്തിവിരോധം ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന് പിന്നീട് മനസ്സിലായത്. ഈ വ്യക്തിവിരോധത്താലാണ് സുമിൽ ഷാദും സഹോദരൻ അജിൻ ഷാദും കൂടി ചേർന്ന് ജീപ്പ് ഉപയോഗിച്ച് ഈ നവാസിനെ ഇടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള രീതിയിലാണ് പോലീസിന് വിവരങ്ങൾ ലഭിച്ചത്. ഇതിനെ തുടർന്നാണ് ഇന്നലെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിനായി സുമിൽ ഷാദിനെയും അജിൻ ഷാദിനെയും വിളിച്ച് പോലീസ് ചോദ്യം ചെയ്തത്. ഈ സമയത്താണ് ഇരുവരും സംഭവം തുറന്നു പറയുന്നത്. പിന്നീടാണ് പോലീസ് ഇതിലേക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തുന്നത്. അതായത് ഈ ഭാഗത്ത് നീളത്തിലുള്ള റോഡാണ്, ഒരിക്കലും അപകടത്തിന് സാധ്യതയില്ലാത്തൊരു ഭാഗം. എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ എളുപ്പത്തിൽ കാണാം. വാഹനം ഇടിച്ചതിന് ശേഷവും ഈ സുമിൽ ഷാദ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി മറ്റാരെയോ ഫോൺ ചെയ്യുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. 1 മണിക്കൂറിലേറെ ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്ത്
സുമിൻഷാദ് 1 മണിക്കൂറിലേറെ ജീപ്പ് നിർത്തിയിട്ടിരുന്നു. പെട്ടെന്നൊരു ഫോൺ വന്നതിനെ തുടർന്നാണ് ഇയാൾ ജീപ്പ് എടുത്ത് അതിവേഗതയിൽ വാഹനം എടുത്ത് അവിടെ നിന്ന് കടന്നു കളഞ്ഞതെന്നുള്ള രീതിയിലും ദൃക്സാക്ഷികൾ പോലീസ് വിവരങ്ങൾ നൽകി. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയതിനെ തുടർന്ന് ഈ പ്രതികളായിട്ടുള്ള 2 സഹോദരങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അരുൺകുമാർ. ഏകദേശം 11 മണിയോടുകൂടി ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അപ്പോൾ നമുക്ക് അറിയാൻ കഴിയും. നവാസിനെ കൊന്നത് തന്നെയാണ് എന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. റിപ്പോർട്ടറിന്റെ എക്സ്ക്ലൂസീവ് ആണ്. ഒരു അപകട മരണമായി തീരുമാനിക്കുന്നത് ഒരു കൊലപാതകമായി തിരിഞ്ഞിരിക്കുന്നു എന്നാണ്. സുമിൽ ഷാദ്, അജിൻ ഷാദ് എന്നീ സഹോദരങ്ങളെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നവാസിനെയാണ് താർ ജീപ്പ് കൊണ്ടുവന്ന് ഓട്ടോയ്ക്കകത്ത് ഇടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കൊല്ലത്ത് ഒരു ഭർത്താവ് ഭാര്യയെ കുടുംബ വൈരാഗ്യത്തിന്റെ പേരിൽ, സംശയത്തിന്റെ പേരിൽ പിന്തുടർന്നെത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുന്നു. മറ്റൊരു വാർത്തയിൽ ഇപ്പോൾ ഇതാ ഒരു 2 സഹോദരങ്ങൾ ചേർന്ന് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ജീപ്പ് ഇടിച്ചു കൊലപ്പെടുത്തുന്നു. എന്തൊക്കെ വാർത്തകളാണ്! അനധികൃത